Theorem 9.7.1 Change of variables in a double integral. If capital F is continuous on R, then double integral over R f of xy dA equal to double integral over S f of uv g of uv determinant അല്ല modulus dou of x comma y by dou of u comma v dA dash. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ചെക്കോബിന്റെ ഉപയോഗം എവിടെയാണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് പറഞ്ഞാൽ അത് എന്തിനോട് ഈക്വലന്റ് ആണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ എസിനോട് ഈക്വലന്റ് ആണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് യു വി ജി ഓഫ് യു വി മോഡുലസ് ഡോ ഓഫ് എക്സ് കോമ വൈ ബൈ ഡോ ഓഫ് യു കോമ വി ഡി എ ഡാഷ്. പ്രോബ്ലം ചെയ്യാം. Show that double integral over r sin x plus 2y cos x minus 2y dA. Show that evaluate over the region R shown in figure. Figure നോക്കാം. Figure. Figure തന്നിട്ടുണ്ട്. Origin 2 pi 0 0 pi s1 എന്ന് പറഞ്ഞാൽ 2 pi 0 നിന്ന് 0 ലോട്ട് അവിടെ നിന്ന് s2 then അവിടെ നിന്ന് തിരിച്ച് s3. ഇതാണ് ഓവർ ആർ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ളത് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസില്. ഓക്കെ, ഇതിന് ഇക്വലന്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഈ ആർ എന്ന റീജിയനിൽ വരുന്നതിന്റെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് വാല്യൂ എത്ര കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടില്ലേ. നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കണ്ടോ സൈൻ ഓഫ് എക്സ് പ്ലസ് 2y കോസ് ഓഫ് എക്സ് മൈനസ് 2y ഇന്റഗ്രേഷൻ. ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്കറിയാം വേരിയബിൾസിനെ മാറ്റി ചെയ്യാൻ അറിയാം. അപ്പോഴാണ് നമ്മൾ ചെയ്തത് u is equal to x plus 2y എന്നും v is equal to x minus 2y എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ എന്ത് വരും? ക്വസ്റ്റ്യൻ എന്തായിട്ട് ചുരുങ്ങും? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ സൈൻ യു കോസ് വി എന്നായിട്ട് മാറും. സൈൻ യു കോസ് വി. നോക്കാം. ഡിഫൈൻ ദ ചേഞ്ച് ഓഫ് വേരിയബിൾസ് u is equal to x plus 2y v is equal to x minus 2y ആണ് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള. ഇത് തന്നെയാണ് നമ്മൾ കൊടുത്തത്. അത് വേറെ പുറത്തുനിന്ന് ഇവിടുന്ന് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. S1 എന്ന റീജിയൻ നിങ്ങൾക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാവും. S1 എന്ന റീജിയനില് അത് എവിടെയാ? എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? y is equal to 0 ആണ്. കണ്ടോ, എക്സും വൈ ഇവിടെ തന്നിട്ടില്ല. അപ്പൊ ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? S1 എന്ന സർഫസിലൂടെ അല്ലെങ്കിൽ S1 എന്ന ബൗണ്ടറിയിലൂടെയാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ എക്സ് വേരി ചെയ്യുന്നത് 0 to 2 pi വരെയാണ്, y വേരി ചെയ്യുന്നത് 0 to 0 ആണ്. ആ ഒരു ഐഡിയ ഇവിടെ ഉപയോഗിച്ചിട്ട് y is equal to 0, so u is equal to x plus 2 into 0 that is equal to x, v is equal to x minus 2 into 0 that is equal to x. അപ്പോൾ u x v x, so u is equal to v. Now imagine moving along the boundary from 2 pi 0 to 0 0. എന്നർത്ഥ പറഞ്ഞല്ലോ. x varies from 2 pi to 0, y varies from 0 to 0. If x is equal to 2 pi, then what is? x ന്റെ വാല്യൂ 2 pi യും y is equal to 0 യും ആണെങ്കിൽ u എന്ന് പറയുന്നത് x plus 2y ആണ്. That is equal to x ന് 2 pi കൊടുത്തു plus 2 into 0, y 0 ആണല്ലോ, that is equal to 2 pi. Well, v is equal to x minus 2y, that is 2 pi minus 0, that is equal to 2 pi. That is 2 pi, 2 pi ആണ് ഇവിടെ നിങ്ങൾക്ക് ഒരു കോർഡിനേറ്റ് കിട്ടുക. അതായത് x ന്റെ വാല്യൂ 2 pi, x ന്റെ വാല്യൂ 2 pi യും y യുടെ വാല്യൂ 0 യും ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന കോർഡിനേറ്റ് എന്താ? 2 pi, 2 pi. അതായത് 2 pi, 0 ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വന്നു? 2 pi, 2 pi വന്നു. ഇതുപോലെ കണ്ടോ, ഇതാണ് 2 pi, 0. കറസ്പോണ്ടിങ് ആയിട്ട് ആര് വന്നു?
2π, 2π വന്നു. ഇതുപോലെ if x is equal to 0, y is equal to 0 നമുക്കറിയാം. കാരണം രണ്ടാമത്തെ പോയിന്റ് 0, 0 ആണ്. if x is equal to 0, y is equal to 0, u is equal to x plus 2y. കാരണം x ന് കൊടുക്കാൻ പറ്റുന്ന പോലെ 2π യും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിപ്പോ ചെയ്ത് വരുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ എല്ലാം കുഴപ്പമില്ലെന്ന് തോന്നും. പക്ഷെ ഒറ്റയ്ക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കൺഫ്യൂഷൻ വരാം. നമ്മളിപ്പോ ഇപ്പൊ കൊടുത്തതേ x is equal to 2π യും y is equal to 0 ആണ് കൊടുത്തത്. അപ്പോഴാണ് നമുക്ക് 2π കിട്ടിയത്. ഇനി അടുത്ത് കൊടുക്കേണ്ടത് എന്താ? x ന്റെ വാല്യൂ 0 യും y ന്റെ വാല്യൂ 0 യും കൊടുത്ത് ഇത് തന്നെ ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 0, 0. x is equal to 0, y is equal to 0. So u is equal to x plus 2y, that is equal to 0 plus 0, that is equal to 0. v is equal to x minus 2y, that is 0 minus 0 is equal to 0. So 0, 0. അതായത് x is equal to 0, y is equal to 0 ന് corresponding ആയിട്ട് 0, 0. As we move from 2π, 0 to 0, 0, we see that the corresponding image point in the UV plane lies on the line segment u is equal to b from 2π, 2π to 0, 0. അപ്പോൾ u is equal to b എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ലൈൻ. അവിടെ നിന്ന് എവിടെ വരെ വരാം? 2π, 2π തൊട്ട് 0, 0 വരെ. ഇതുപോലെ ഓരോന്നും ചെയ്യണം. S2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. S2 എന്ന് പറഞ്ഞാൽ ഇതാണ്, y ആക്സിസ് ആണ്. അപ്പോൾ x is equal to 0 ആണ്. On S2, x is equal to 0. So u is equal to x plus 2y, that is 0 plus 2y is equal to 2y. b is equal to x minus 2y, 0 minus 2y is equal to minus 2y. അപ്പോൾ എന്ത് കിട്ടി? u എന്ന് പറയുന്നത് b is equal to minus 2y. So minus b is equal to 2y. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്താലേ രണ്ടിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 2y തന്നെയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈക്വൽ ആവണം. u is equal to minus v എന്ന് കിട്ടും. So u is equal to minus v. Now imagine moving along the boundary 0, 0 to 0, 2. അങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ട് S2 തുടങ്ങുന്നത്. അല്ല, ഫിഗർ ഇങ്ങനെയായിരുന്നില്ലേ? ഇതാണ് S1. S2 തുടങ്ങുന്നത് ഒറിജിനിൽ നിന്ന് മേലോട്ടേക്കാ. S2 x ന്റെ വേരിയേഷൻ 0 to 0 ആണ്. y ന്റെ വേരിയേഷൻ 0 to 5 ആണ്. x is equal to 0, y is equal to 0 എടുക്കുമ്പോൾ u എന്ന് പറഞ്ഞാൽ x plus 2y ആണ്, 0 വരും. v എന്ന് പറഞ്ഞാൽ x minus 2y ആണ്, 0 വരും. x is equal to 0, y is equal to 5 കൊടുക്കുമ്പോൾ u എന്ന് പറഞ്ഞാൽ x plus 2y ആണ്, y എടുക്കുമ്പോൾ 2π വരും. v is equal to minus 2π വരും. അപ്പോൾ എന്ത് കിട്ടി? ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ പോയിന്റ് 2π, minus 2π ആണ്. അതായത് 0, 0 corresponding ആയിട്ട് 0, 0, 0π corresponding ആയിട്ട് 2π, minus 2π. That is, as we move from 0, 0 to 0π, the corresponding image points in the UV plane lies on the line segment v is equal to minus u from 0, 0 to 2π, minus 2π. ഇതുപോലെ S3. Now imagine moving along the boundary from 0π to 2π, 0. 0 x ന്റെ ഒരു 0 യും 2π യും y യുടെ വാല്യൂ π യും 0 യും. Given x plus 2y is equal to pi, so u is equal to 2π. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? u is equal to 2π എന്ന് കിട്ടി. അത് ശ്രദ്ധിക്കണ്ട. x plus 2y is equal to 2π എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. x plus 2y is equal to 2π തന്നിട്ടുണ്ട് ഈ ഒരു സ്ട്രൈറ്റ് ലൈനെ. അപ്പോൾ x plus 2π എന്ന് പറഞ്ഞാൽ u ആയിരുന്നു. അപ്പോൾ u is equal to 2π നമുക്ക് കിട്ടി. അതൊരു ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ S1, S2 ന് x ആക്സിസ് y ആക്സിസ് ആയിരുന്നു. ഇവിടെ എങ്ങനെ വന്നു? u is equal to 2π. If x is equal to 0 and y is equal to pi, കാരണം എന്താ? x ന്റെ വേരിയേഷൻ 0 തൊട്ട് pi വരെയാണ്. x ന്റെ വേരിയേഷൻ 0 ആണ്, y ന്റെ വേരിയേഷൻ pi ആണ്. If u is equal to x plus 2y, then 0 plus 2π is equal to 2π. y is equal to x minus 2y, 0 minus 2π is equal to minus 2π. So 2π, minus 2π. If x is equal to 2π, y is equal to 0, u യുടെ വാല്യൂ കണ്ടുപിടിച്ച് 2π, v യുടെ വാല്യൂ കണ്ടുപിടിച്ച് 2π. So 2π, 2π. As we move from 0π to 2π, 0, the corresponding image points in the UV plane lies on the line segment v is equal to 2π from 2π minus 2π to 2π, 2π. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. അപ്പോൾ 3 പോയിന്റ്സ് നമുക്ക് കിട്ടി. നമുക്ക് തന്നിട്ടുണ്ട് u is equal to x plus 2y, v is equal to x minus 2y.
ഇനിയോട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ജക്കോബിയൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ തിയറം പറയണത്. യു സീൽഡ് എക്സ് പ്ലസ് 2y ആണ്, വി സീൽഡ് എക്സ് മൈനസ് 2y ആണ്. ഇതിൽ നിന്ന് എങ്ങനെ എക്സും വൈയും കണ്ടുപിടിക്കാം? ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഇപ്പോൾ കിട്ടും. ഇതൊരു ആഡ് ചെയ്യാം ആദ്യം. ഇവിടെ ചെയ്തത് എന്താ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. യു പ്ലസ് വി is equal to x plus 2y plus x minus 2y, that is 2x. So u plus v by 2 is equal to x. X is equal to half into u plus v. അതുപോലെ u minus v is equal to ഇതങ്ങ് സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ ചെയ്തത് സബ്ട്രാക്ട് ചെയ്യാം. u minus v is equal to x plus 2y minus x minus 2y. That simplifies into 4y. So y is equal to 1 by 4 into u minus v. x കിട്ടി, y കിട്ടി. ഇനി dou of x comma y by dou of u comma v. That is our Jacobian. That is dou x by dou u by dou x by dou v by, sorry, determinant of dou x by dou u, dou x by dou v, dou y of dou u, dou y of dou v. സിമ്പിൾ ഡിഫറൻസിയേഷൻ ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതവിടെ ചെയ്തിട്ടുള്ളത് വാല്യൂസ് കൊടുത്തു. ദെൻ വിത്ത് റെസ്പെക്ട് യു കൊണ്ട് ചെയ്യുമ്പോൾ 1 by 2. ഇവിടെ വിത്ത് റെസ്പെക്ട് വി കൊണ്ട് ചെയ്യുമ്പോൾ 1 by 2. വിത്ത് റെസ്പെക്ട് യു കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ദിസ് ഇസ് 1 by 4. 1 by 4. ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ 1 by 2, 1 by determinant 1 by 2, 1 by 2, 1 by 4, minus 1 by 4. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈനസ് 1 by 4 എന്ന് കിട്ടും. ദെൻ തിയറം ഡബിൾ ഓവർ എഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി ഈസ് ഈക്വൽ ടു ഡബിൾ ഓവർ എസ് ക്യാപിറ്റൽ എഫ് ഓഫ് small f of uv small g of uv into modulus of dou f xy by dou f uv dou f uv d a dash. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഡബിൾ ഓവർ ഇത് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഡബിൾ ഓവർ എസ് സൈൻ, ഇതാണ് നമ്മുടെ യു എക്സ് പ്ലസ് 2y എക്സ് മൈനസ് 2y ആണ് നമ്മുടെ വി. സൈൻ യു കോസ് വി മോഡ് 1 minus 4 d a dash, that is 1 by 4 കൊടുത്തെടുത്തു. ഇന്റഗ്രൽ 0 to 2 pi. ഇവിടെ നമുക്ക് നോക്കാം, മനസ്സിലാവും. എസ് സി കിടക്കുന്ന സർഫസ് ആരൊക്കെയുള്ള യുവും വികളാണ്. യുവിന്റെ വേരിയേഷൻ എങ്ങനെയാ? -u to u ആണ്. വിയുടെ വേരിയേഷൻ 0 to 2 pi ആണ്. നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാവും. That is equal to 1 by 4 കൊടുത്തെടുത്തു. 0 to 2 pi. വിത്ത് റെസ്പെക്ട് വി കൊണ്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, സോറി, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി കൊണ്ടാണല്ലോ. സൈൻ വി കോൺസ്റ്റന്റ് അതിവിടെ ഉണ്ടാവും. കോസ് വിയുടെ ഇന്റഗ്രലില് സൈൻ വി അതിവിടെ ഉണ്ട്. വിത്ത് ലിമിറ്റ് -u to u du. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1 by 4 into 0 to 2 pi സൈൻ യു വി യു കൊടുത്തൊക്കെ യു കൊടുക്കുക. സൈൻ യു ഇവിടെ ഓക്കെ. വിത്ത് റെസ്പെക്ട് വി യോടല്ലേ ചെയ്തത്, അപ്പൊ വി കൊടുത്തൊക്കെ യു കൊടുക്കുക. അപ്പൊ സൈൻ യു, സൈൻ വിക്ക് പകരം സൈൻ യു മൈനസ് സൈൻ യു ഇൻറ്റു ഇതിന് പകരം വി കൊടുത്ത് മൈനസ് യു കൊടുക്കുമ്പോൾ സൈൻ യു ഇൻറ്റു സൈൻ ഓഫ് മൈനസ് യു, that is 1 by 4 and 0 to 2 pi sin u plus minus 1 plus of sin u du, that is 1 by 4 and 0 to 2 pi 2 sin square u du, that is 1 by 2. ഈ 2 into കൺസിഡർ 1 by 2 വരും. 0 to 2 pi sin square u du. നമുക്കറിയാം sin square u du എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം അപ്ലൈ ചെയ്ത ഫോർമുലയാണ്. 1/2 into 1 minus cos 2u ആണ്. ആ ഹാഫിനെ പുറത്ത് കൊടുത്തു 1 minus cos 2u du, that is 1 by 4 into u minus ഇവിടെ 1 by 4 ആയിട്ടാവും. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 into u വരും. cos 2യുടെ sin 2u by 2 വരും. ഇതിവിടെ 0 to 2 pi. then upper limit minus lower limit കൊടുക്കുക. u കൊടുത്തൊക്കെ 2 pi കൊടുക്കുക മൈനസ് u കൊടുത്തൊക്കെ 0 കൊടുക്കുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 by 4 into 2 pi minus 0, that is equal to pi by 2 എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ.